267 വോട്ടിന്റെ ലീഡിലേക്ക് ഇതാ ആര്യാടൻ ഷൗക്കത്ത് 267 വോട്ടിന്റെ ലീഡിലേക്ക് ഒരു ഘട്ടത്തിൽ പോലും ഇതുവരെ 8 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആയിരിക്കുന്നു. ഒരു ഘട്ടത്തിൽ പോലും വിട്ടുവീഴ്ചയില്ലാതെ 267 വോട്ടിന്റെ ലീഡിലേക്ക് ഇത് ആര്യാടൻ ഷൗക്കത്ത് എത്തിച്ചേർന്നിരിക്കുന്നു. പോസ്റ്റൽ വോട്ടുകൾ മാത്രമാണ് ഇപ്പോൾ എഴുതുന്നത്. EVM-ന്റെ ഫലസൂചനകൾ ഇനിയും വന്നിട്ടില്ല. ഈ 1400-ലധികം പോസ്റ്റൽ ബാലറ്റുകളിലെടുത്ത് 267 വോട്ടിന്റെ ലീഡിലേക്ക് UDF ഇതാ മുന്നിട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഒരു ഘട്ടത്തിൽ പോലും പിന്നോട്ട് പോകാതെ UDF-ന്റെ തേരോട്ടമാണ് കാണുന്നത്. ശരി, ആദ്യത്തെ ഫലസൂചന പുറത്തു വരുമ്പോൾ ഒരു ഘട്ടത്തിലും എഡ്ജെടുക്കാൻ LDF-നോ PV അൻവറിനോ ഒന്നും കഴിയുന്നില്ല. നോക്കൂ, ഈ ഫലസൂചനകൾ 267 വോട്ടിന് 1402 വോട്ടുകൾ ആകെ എണ്ണുന്നതിൽ 267 വോട്ടുകൾ എന്ന് വെച്ചാൽ ഏതാണ്ട് 1/5 വോട്ടുകളും സമാഹരിച്ചു കഴിഞ്ഞ് അതിന്റെയും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ഇത് വിജയത്തിന്റെ മഹാവിജയത്തിന്റെ ഒരു ട്രെൻഡിന്റെ ഒരു കുത്തൊഴുക്കിന്റെ സൂചനയാണോ എന്ന് രാഷ്ട്രീയ കേരളം ആവേശത്തോടെ ഉറ്റുനോക്കുകയാണ്. 267 വോട്ടുമായി ആര്യാടൻ ഷൗക്കത്ത് 267 വോട്ടുകളുമായി 267 അധിക വോട്ടുകളുമായി ലീഡ് ചെയ്യുന്നു M സ്വരാജിനേക്കാൾ എന്നതാണ് നമ്മൾ കാണുന്നത്. മനോഹരമായ തുടക്കമാണ് UDF-നെ സംബന്ധിച്ച്, ഗംഭീരമായ തുടക്കമാണ് UDF-നെ സംബന്ധിച്ച്, അവരെ സംബന്ധിച്ച് ആവേശകരമായ തുടക്കം. പ്രവർത്തകരാകെ ആവേശത്തിൽ, നേതാക്കളാകെയും ആവേശത്തിൽ, കൗണ്ടിംഗ് സ്റ്റേഷനകത്തും പുറത്തും UDF-ന്റെ പ്രതിനിധികളെ സംബന്ധിച്ച് ആവേശഭരിതമായ ഒരു തുടക്കത്തിന്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. 267 വോട്ടുമായി ആര്യാടൻ ഷൗക്കത്ത് UDF സ്ഥാനാർത്ഥി നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ലീഡ് ചെയ്യുന്നു. ആദ്യത്തെ 15 മിനിറ്റുകൾ കൂടി 15 മിനിറ്റ് പിന്നിടുമ്പോൾ 8:03 ആരംഭിച്ചിട്ടുള്ള വോട്ടെണ്ണൽ ഇപ്പോൾ 8:17 ആയിരിക്കുന്നു. 14 മിനിറ്റ് പിന്നിടുമ്പോൾ എതിരാളികളില്ലാത്ത മുന്നേറ്റം എന്ന് പറയുന്നത് പോലെ എവിടെയെങ്കിലും 4 ഘട്ടത്തിലാണ് ഇപ്പോൾ വോട്ടെടുപ്പിന്റെ ഫലസൂചനകൾ വന്നത്. ആദ്യമുണ്ടായിരുന്ന 18 വോട്ടുകളുടെ, പിന്നീട് 166 വോട്ടിന്റെ, 230ന്റെ, ഇപ്പൊ 267 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നിൽക്കുമ്പോൾ ഇടവേളകളിൽ എവിടെയെങ്കിലും M സ്വരാജിന്റെ ഒരു തടസ്സം നമ്മൾ കാണുന്നില്ല. ആര്യാടൻ ഷൗക്കത്തിന്റെ മുന്നേറ്റത്തിന്റെ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മുന്നേറ്റം ഈ വോട്ടർ പെട്ടി, അതായത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ തുറക്കുമ്പോഴും UDF ആവർത്തിക്കാൻ പോകുന്നുണ്ടോ? വഴിക്കടവ് പഞ്ചായത്തിൽ നിന്ന് സ്വാഭാവികമായും അവിടെ ആദ്യം എണ്ണുമ്പോൾ ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് UDF വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിന് ആദ്യത്തെ 5 റൗണ്ടുകൾ കഴിഞ്ഞാലേ ഞങ്ങൾക്ക് അനുകൂലമായ അത്ഭുതം സംഭവിക്കുമെന്നാണ് LDF-ന്റെ ക്യാമ്പ് പറയുന്നത്. എന്തായാലും ഈ UDF ക്യാമ്പിനെ സംബന്ധിച്ച് ആവേശഭരിതമായ തുടക്കം അവർക്ക് സമ്മാനിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. 267 വോട്ടിന്റെ ലീഡുമായി PV അൻവറിനെയും ഒപ്പം M സ്വരാജിനെയും പിന്നിലാക്കി ആര്യാടൻ ഷൗക്കത്തിന്റെ മികച്ച മുന്നേറ്റം എന്ന് വിളിക്കാൻ കഴിയുന്ന 267 വോട്ടുമായി UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് മുന്നിട്ട് നിൽക്കുന്നു. 1402 പോസ്റ്റൽ ബാലറ്റുകളുടെ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ EVM-ലെ കണക്കുകൾ വന്നാൽ ഈ വോട്ടിന്റെ കണക്കുകൾ വളരെ വേഗത്തിൽ വലുതായിക്കൊണ്ടിരിക്കുമെന്നാണ്. പോസ്റ്റൽ ബാലറ്റിലും ആദ്യത്തെ 3 റൗണ്ടുകളിലും UDF മുന്നേറുക എന്നുള്ളത് ഒരു അസ്വാഭാവികതയല്ല നിഷാദ്. അത് പ്രതീക്ഷിക്കുന്നതാണ്, LDF പോലും പ്രതീക്ഷിക്കുന്നതാണ്. പക്ഷെ ആ മുന്നേറ്റത്തിന്റെ വ്യാപ്തി എത്രയാണ്, എത്ര ലീഡാണ് എന്നുള്ളതാണ് പ്രധാനം. കാരണം ആദ്യത്തെ ഒരു 3 റൗണ്ടിൽ ഒരു 3000 വോട്ടിന്റെ ലീഡെങ്കിലും UDF-ന് കിട്ടിയാൽ UDF-ന് വിജയപ്രതീക്ഷ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ ഭൂരിപക്ഷം സംബന്ധിച്ചുള്ള അവരുടെ പ്രവചനങ്ങൾ ശരിയാകാനും സാധ്യതയുണ്ട്. എന്നാൽ അത്ര ലീഡ് അവർക്ക് ലഭിക്കുമോ? പോസ്റ്റൽ ബാലറ്റുകളിൽ ഇപ്പോൾ തുടരുന്ന ആധിപത്യം വഴിക്കടവിൽ തുടരുമോ? വഴിക്കടവിൽ അൻവറോ സ്പോയിലർ ആകുമോ UDF-ന് എന്നുള്ളതാണ് ഇനിയുള്ള നിമിഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സസ്പെൻസ്. 8 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആയിരിക്കുന്നു. ഈ 8 മണി കഴിഞ്ഞ് 20 മിനിറ്റ് സമയത്തിൽ 267 വോട്ടിന്റെ ലീഡുമായി ആര്യാടൻ ഷൗക്കത്ത് മുമ്പിലാണ് നിഷാദ്. ശരി, ആര്യാടൻ ഷൗക്കത്തിന്റെ മുന്നേറ്റം ആദ്യത്തെ മിനിറ്റുകളിൽ ആര്യാടൻ ഷൗക്കത്തിന് എതിരാളികളില്ലാത്ത മുന്നേറ്റം എന്ന് പറയാൻ കഴിയുന്ന ആത്മവിശ്വാസഭരിതമായിട്ടുള്ള ഒരു കണക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എടുത്തു കാണേണ്ട കാര്യം. വളരെ വേഗത്തിൽ തെരഞ്ഞെടുപ്പ് ഫലസൂചനകൾ പുറത്തേക്ക് വരും.